നിങ്ങൾക്ക് രണ്ട് കമ്പനിന്ന് ഓഫർ കിട്ടുമെന്ന് കരുതിക്കോ. സോ കമ്പനി എ, കമ്പനി ബി. സോ കമ്പനി എയിൽ നിങ്ങൾക്ക് കിട്ടിയത് വാർഷിക പാക്കേജ്, അതായത് CTC 10 ലക്ഷം രൂപയായിരുന്നു. കമ്പനി ബി നിങ്ങൾക്ക് കിട്ടിയത് CTC വാർഷിക പാക്കേജ് 12 ലക്ഷം രൂപയായിരുന്നു. നിങ്ങൾ ഇത് ഏത് കമ്പനി ജോയിൻ ചെയ്യും? എന്ത് ചോദ്യമല്ലേ? 12 ലക്ഷം രൂപയായിട്ട് കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. കാരണം 2 ലക്ഷം രൂപ വാർഷിക പാക്കേജ് അവിടെ വർഷം കൂടുതലുണ്ട് അവിടെ, അല്ലേ? എങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ വേണ്ടി വരട്ടെ. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ HR തരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം HR-നോട് ഈ സാലറിയുടെ ബ്രേക്ക് ഡൗൺ ചോദിക്കണം. സോ ബ്രേക്ക് ഡൗൺ നോക്കിയിട്ട് ശേഷം മാത്രം തീരുമാനിക്കാം. സോ ഞാൻ എക്സാമ്പിൾ പറയാം. സോ ചില കമ്പനികളിൽ വേരിയബിൾ പേ എന്നൊരു സാധനമുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ 12 ലക്ഷം നിങ്ങൾക്ക് ഓഫർ ചെയ്ത കമ്പനിയിലെ വേരിയബിൾ പേ ഉണ്ടെന്ന് വെച്ചോ, 3 ലക്ഷം രൂപ വേരിയബിൾ പേ ആണ് എന്ന് ഓഫറിന്റെ ബ്രേക്ക് ഡൗണിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 3 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്ത് കാണും, ചിലപ്പോൾ മാക്സിമം 3 ലക്ഷം രൂപ വരെ കിട്ടുന്നത്, അല്ലേ? അവരുടെ CTCക്കകത്ത് മാക്സിമം കിട്ടുന്ന തുകയാണ് അവർ എഴുതുന്നത്. സോ അപ്പോൾ വേരിയബിൾ പേ വരുമ്പോൾ അവിടെ അതിനകത്ത് കുറച്ച് കട്ടുണ്ടാവും. കമ്പനിയുടെ പെർഫോമൻസിനനുസരിച്ചൊക്കെ അതിനകത്ത് കുറച്ച് ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ 3 ലക്ഷം രൂപ ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളുടെ സാലറി കുറച്ച് കുറഞ്ഞ എവിടെ. പിന്നെ അതുപോലെ നമ്മുടെ ഗ്രാറ്റുവിറ്റി എന്നൊരു കമ്പോണന്റ് ഉണ്ടാവും. അതായത് നമ്മൾ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഗ്രാറ്റുവിറ്റി. നമ്മളൊരു 5 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കമ്പനി മാറുമ്പോൾ അവർ ആ ഗ്രാറ്റുവിറ്റി നമുക്ക് തരണമെന്നാണ്. സോ ഈ ഗ്രാറ്റുവിറ്റിയൊക്കെ ചില കമ്പനിക്കാർ നമ്മുടെ സാലറിക്കകത്തുനിന്ന് തന്നെയാണ് എടുത്ത് മാറ്റി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് തരും. അങ്ങനെയാണ് നമ്മുടെ CTCക്കകത്താണ് ചില കമ്പനിക്കാർ എടുക്കുന്നത്. പക്ഷേ ചില കമ്പനിക്കാർ അങ്ങനെ എടുക്കത്തില്ല. ചില കമ്പനിക്കാർ കമ്പനി തന്നെ അത് മാറ്റി വെക്കും, നമ്മുടെ CTCക്കകത്തുനിന്ന് അത് എടുക്കത്തില്ല. സോ അത് എങ്ങനെയുള്ളതാണ് നമ്മൾ ഓഫർ ലെറ്റർ വായിക്കുമ്പോൾ, അത് കൂടുതൽ ബ്രേക്ക് ഡൗൺ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ PF ഉണ്ട്, എംപ്ലോയർ PF-ഉം എംപ്ലോയി PF-ഉം. സോ ആ PF ചിലപ്പോൾ നമ്മുടെ എംപ്ലോയറിന്റെ PF-ന്റെ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ നമ്മുടെ സാലറിക്കകത്തായിരിക്കും അവർ എടുക്കുന്നത്. സോ അത് നമ്മൾ സാലറിയുടെ ബ്രേക്ക് ഡൗൺ നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുപോലെ ചില കമ്പനി നിങ്ങൾക്ക് TA ട്രാവൽ അലൗൺസ് എല്ലാം കാണിക്കുന്നുണ്ടാവും. ട്രാവൽ അലൗൺസ് അവർ നിങ്ങളുടെ CTCക്കകത്ത് പെടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പെട്രോളിൻ്റെയോ നിങ്ങളുടെ ട്രാവലിൻ്റെ ബില്ല് കൊണ്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ മാസം നിങ്ങൾ ബില്ല് കൊണ്ട് കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. സോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ CTC ചിലപ്പോൾ 12 ലക്ഷമാണ്, ഇവിടെ 10 ലക്ഷമാണെന്ന് കരുതി 12 ലക്ഷമുള്ള കമ്പനി നിങ്ങൾക്ക് കൂടുതൽ സാലറി കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ CTC മാത്രം നോക്കി ഡിസൈഡ് ചെയ്ത് ബ്രേക്ക് ഡൗൺ നോക്കുക, എന്നതിന് ശേഷം തീരുമാനിക്കുക. നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ നോക്കിയിട്ട് മനസ്സിലാവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരാളെ കൊണ്ട് കൺസൾട്ട് ചെയ്യുക. സോ ഒരിക്കലും നിങ്ങൾ ടോട്ടൽ കോമ്പൻസേഷൻ നോക്കിയിട്ട് ഇന്ന കമ്പനിയാണ് ബെറ്റർ എന്ന് നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കരുത്. കാരണം ബ്രേക്ക് ഡൗണിനകത്ത് ഒരുപാട് ചതികൾ അല്ലെങ്കിൽ ഒരുപാട് കട്ടിങ്സ് ഒളിഞ്ഞിരിപ്പുണ്ടാവും. അത് നോക്കി പഠിച്ചതിന് ശേഷം മാത്രം കമ്പനി ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ IT റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഡൊമൈനിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സീ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.